إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. വളരെ പ്രിയപ്പെട്ട മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന വിശ്വാസിനികളെ, നശ്വരമായ ഐഹിക ജീവിതത്തിൽ സ്രഷ്ടാവും അഖില ലോകപരിപാലകനും ജഗനിയന്താവുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ അനുസ്മരണ മാസമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ. ആമുഖമായി ഓതിവെച്ച വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 185-ാമത്തെ ആയത്ത് സൂചിപ്പിച്ചതുപോലെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാകുന്നു പരിശുദ്ധ റമദാൻ എന്നതാണ്. ഇന്നിന്റെ വാർത്തകൾ വളരെ പ്രയാസത്തോടു കൂടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട കഴിഞ്ഞുപോയ ഒരാഴ്ചയിൽ കേരളം ചർച്ച ചെയ്ത വാർത്തകൾ. മാതാപിതാക്കളെ തലക്കടിക്കുന്ന, അങ്ങനെ കൊലപ്പെടുത്തുന്ന കുടുംബത്തെ, 5ഓളം ആളുകളെ വകവരുത്തുന്ന മുസ്ലിം നാമധാരിയായിട്ടുള്ള 23 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. അതേപോലെ തന്നെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി
ഇൻസ്റ്റഗ്രാം വാക്കേറ്റത്തിന്റെ കാരണമായിക്കൊണ്ട് തമ്മിലടിച്ച് മരണപ്പെട്ടു പോകുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ, അതിലുപരി രാസലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ക്രൂരതകൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന കൗമാരം, ലൈംഗികതയുടെ അതിർവരമ്പുകൾ തകർത്തുകൊണ്ട് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ തുല്യതയുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കൗമാരക്കാരിലും അതുപോലെ തന്നെ കുട്ടികളിലുമൊക്കെ പെരുകി വരുന്ന കൊടും അക്രമ വാസനയെക്കുറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ ഘോരഘോരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം പിടിവിട്ട ഒരവസ്ഥ, കാര്യങ്ങളെല്ലാം കയ്യുന്നു പോകുന്നു എന്നാണ് നമ്മളെപ്പോലെയുള്ള മാതാപിതാക്കളുടെ വ്യതയായിട്ട് ഇന്ന് അവശേഷിക്കുന്നത്. എങ്ങനെയാണ് ഈ സാമൂഹിക നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടത്? ഏറ്റവും പ്രധാനമായി നമ്മൾ വായിക്കേണ്ടുന്ന ഒരു കാര്യം, നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില നിയമങ്ങൾ തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്നാണ് ഇന്ന് ചർച്ചകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ നിർവഹിക്കേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. കൃത്യമായും ഈ ഒരു സമൂഹത്തെ ഏറ്റവും ചൊവ്വായതിലേക്ക് നയിക്കാൻ ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തിന്റെ ആളുകളാണ് നമ്മളൊക്കെയും. പിടിക്കപ്പെടുന്നതും അക്രമങ്ങളിൽ കൊല്ലപ്പെടുന്നതും അക്രമത്തിന് ഇരയാകുന്നതും അക്രമികളാകുന്നതും ഒക്കെ നമ്മുടെ പേരുകളുള്ള അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ കുട്ടികളാണ് എന്നതും ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് പരിഹാരം? ആ പരിഹാരമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്നാണ് മറ്റൊരു പുസ്തകത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ പരിഹാരം കാണാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം എന്ന് പറഞ്ഞത് അത് വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ പറഞ്ഞത് ഹുദൽ ലിന്നാസ്, അത് ജനങ്ങൾക്ക് മാർഗദർശനമാണ്. ഒരു സമൂഹത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള മൂല്യച്യുതികളിൽ നിന്നും അധപതനത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗൈഡൻസും അതേപോലെ തന്നെ വിശദ വിവരങ്ങളും ആ വിശുദ്ധ ഖുർആനിൽ ഉണ്ട്. അതാണ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ. അതേപോലെ തന്നെ സത്യവും അസത്യവും നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടത്തിൽ സത്യാസത്യ വിവേചന ഗ്രന്ഥമാകുന്നു വിശുദ്ധ ഖുർആൻ. അതാണ് അൽ ഫുർഖാൻ, ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന പ്രയോഗം. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടം നമുക്കറിയാം. ഡാർക്ക് ഏജ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ വിളിക്കാറുള്ളത്. ജാഹിലിയ സമൂഹം എന്ന അറബിയിൽ പറയുന്ന സാംസ്കാരികമായി ഏറ്റവും വലിയ അധപ്പതിച്ച ഒരു സമൂഹത്തെ മാറ്റിയെടുത്ത ചരിത്രമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനുള്ളത്. ചരിത്രകാരന്മാർ പറയുന്നത് പോലെ എന്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിന്റെ നിലപാട് എന്ന് പറയുന്നുണ്ട്. 3 W'സിനു വേണ്ടി ജീവിച്ച ആളുകളായിരുന്നു അവർ എന്നാണ്. 3 W'കളാണ്: വൈൻ, വാർ,
വുമൺ, ഇതായിരുന്നു ആ സമൂഹത്തിന്റെ ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി 23 വർഷം ആ സമൂഹത്തിൽ കൃത്യമായും ഒരായുധം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പണിയെടുക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അതിനുപയോഗിച്ച ആയുധം എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ടാണ് ഏറ്റവും മതമരായിട്ടുള്ള, ഏറ്റവും മോശപ്പെട്ട, ലഹരിക്കടിമപ്പെട്ട, തൊട്ടതിനും തീണ്ടിയതിനുമൊക്കെ യുദ്ധം ചെയ്തിരുന്ന, എന്തിനാണ് ഈ യുദ്ധം ചെയ്യുന്നത് എന്ന് പോലും അറിയാത്ത ഒരു തലമുറ വരുന്നതുവരെ അത്രയും നീണ്ട കാലം യുദ്ധം ചെയ്ത ഒരു സമൂഹത്തെ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ എന്ന് പറയുന്ന അർത്ഥത്തിലേക്ക് ആ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിർവഹിച്ച ജോലി എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിർവഹിച്ച ജോലി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നമുക്ക് സുപരിചിതമാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. യത്ലു അലൈഹിം ആയാതിഹി, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടു. വയുസക്കീഹിം, അങ്ങനെ അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ്, അവരെ വേദം പഠിപ്പിച്ചു. വൽ ഹിക്മ, തത്വജ്ഞാനം പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു പറയാ, അതിനു മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു? ലഫീ ളലാലിൻ മുബീൻ, ഏറ്റവും മതപ്പതിച്ച മോശപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. അതിൽ നിന്ന് ആ സമൂഹത്തെ കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമൂഹമെന്ന സംസ്കാരത്തിന്റെ, അതേപോലെ തന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ, ഏറ്റവും നല്ല സാമൂഹികമായ അന്തരീക്ഷത്തിന്റെ, അതേപോലെ തന്നെ മദ്യം കണ്ടാലറക്കുന്ന ഒരു സമൂഹമാക്കി പരിവർത്തിപ്പിച്ചെടുത്തത് വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് പരിഹാരം? നമ്മുടെ ഈ സമൂഹത്തെ ഏറ്റവും നല്ലതിലേക്ക് നയിക്കാൻ നമ്മുടെ കയ്യിലുള്ള 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച ആ ആയുധം അതേ അർത്ഥത്തിലും അതേ അളവിലും ഒന്നും വിട്ടുപോകാതെയും ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ നമ്മുടെ സമൂഹത്തിന്, ഉമ്മത്തിന്, മുസ്ലിം സമൂഹത്തിന് ഈ അപച്യുതി വരുവാനുള്ള കാരണം എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ പിൻകാലത്ത് ഈ ഗ്രന്ഥം വായിക്കാൻ സന്ദർഭവും അതേപോലെ തന്നെ തൗഫീഖും നൽകപ്പെട്ട പല ആളുകളും അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞത് ഇഖ്റ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആ കൽപ്പനക്കായിരുന്നു എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം എന്നുള്ള നിലക്ക് കാലാതിവർത്തിയായിട്ടുള്ള നിത്യ നൂതന ഗ്രന്ഥമായിട്ടുള്ള, ന്യൂനതകളില്ലാത്ത ഗ്രന്ഥമായിട്ടുള്ള ഈ വിശുദ്ധ ഖുർആനിനെ ഓതാനും അത് പറഞ്ഞു കൊടുക്കാനും ഓതിക്കൊടുക്കാനും കഴിയുന്ന ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഏറ്റവും നല്ല ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറുക എന്നതാണ് അടിയന്തരമായി ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് എന്നതാണ്. ലഹരി എവിടെ എത്തി എന്നത് നമ്മൾ ആലോചിക്കണം. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തന്റെ പ്രിയപ്പെട്ട സഹോദരിക്ക്, അനുജത്തിക്ക് ലഹരി നൽകിക്കൊണ്ട് ആ മകളെ അല്ലെങ്കിൽ സഹോദരിയെ തന്റെ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന രംഗമുണ്ടായത് എവിടെയാണ്? ഇവിടെ കൃത്യമായി ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ എത്രമാത്രം ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ പുലർത്തിയിട്ടുണ്ട് എന്നതാ. പണ്ടൊക്കെ അവിടെയും ഇവിടെയും കേട്ടിരുന്നത് ഇന്ന് നമ്മുടെ ജില്ലയിലും തൊട്ടടുത്തുമൊക്കെ. ഇനി മഹല്ലിൽ സംഭവിക്കുമ്പോ അവിടുന്ന് മാറി ചിന്തിച്ചാൽ പോരല്ലോ, നമ്മുടെ വീടുകളിൽ സംഭവിക്കുമ്പോ കൃത്യമായും നമ്മുടെ ബാധ്യത കൂടുതലാണ്, വളരെ വലിയ ബാധ്യതയുള്ളവരാണ്. കാരണം ഈ സമൂഹത്തെ ഏറ്റവും ചൊവ്വായതിലേക്ക് നയിക്കാൻ നമ്മെ ഏൽപ്പിച്ച വിശുദ്ധ ഖുർആൻ, അത് നമ്മുടെ സമൂഹത്തിൽ പ്രബോധനം ചെയ്യുന്നതിലും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ
അത് പറഞ്ഞു കൊടുക്കുന്നതിലും നമ്മൾ എന്തുമാത്രം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എന്നത് ഓരോ പിതാവും ഓരോ മാതാവും വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹം, നമ്മുടെ മക്കൾ വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇനി എപ്പോഴാണ് നമ്മൾ ആലോചിക്കുക? ഒരു മഹല്ല് എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് തീരുമാനമെടുത്തിട്ടുണ്ട്? ഈ മഹല്ലത്തിലെ ആളുകൾ എന്നുള്ള നിലക്ക് നമ്മൾ എത്രമാത്രം ഈ കാര്യങ്ങളിൽ ഇടപെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ കൃത്യമായി ആലോചിക്കുക. പെൺകുട്ടികൾ പോലും ഇതിന്റെ കരിയറുകളായി വർത്തിക്കുന്നു എന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന, 7ൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കുറച്ചു മുമ്പ് അത് ഉപയോഗിക്കുകയും അതിന്റെ കരിയറായിട്ട് വർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. നമ്മൾ എവിടെയാണ്? കൃത്യമായി ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം എന്നുള്ള നിലക്ക് ഇതിന്റെ പരിഹാരം നമുക്ക് കാണാനുള്ളത് വിശുദ്ധ ഖുർആനാണ്. നമ്മുടെ മഹല്ലടിസ്ഥാനത്തിൽ, കുടുംബങ്ങളിൽ ആ വിശുദ്ധ ഖുർആനിനെ കൃത്യമായി നമ്മുടെ മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മളിൽ വീഴ്ച സംഭവിച്ചപ്പോഴാണ് ഈ സമൂഹം ഇത്രയും മോശമായ ഒരവസ്ഥയിലേക്ക് പോകുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും നൽകുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള നമ്മുടെ മക്കളെ കൃത്യമായും പിന്നാലെ നടന്നുകൊണ്ട് അവർക്ക് കൃത്യമായി ഇസ്ലാം കൊടുക്കാൻ, ദീൻ കൊടുക്കാൻ, ദീനിന്റെ കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കാൻ നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട്? ജീവിതം എന്ന് പറഞ്ഞത് അനുഭവങ്ങളിലൂടെ നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നതാണ്. കുട്ടികൾക്ക് ജീവിതാനുഭവങ്ങൾ ഉണ്ടാവണം, ശ്രദ്ധ കുടുംബത്തിൽ നിന്നുണ്ടാവണം. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം ആഘോഷമാക്കി തീർക്കുന്ന ഒരു സമൂഹം. കൃത്യമായി പറഞ്ഞാൽ 2000-ന് ശേഷം ജനിച്ച മക്കൾ, ആ മക്കൾ നമ്മുടെ മക്കളാ. ആ മക്കൾ എന്ത് കിട്ടിയാലും അത് ജീവിതം ആഘോഷിക്കുവാനുള്ളതാണ് എന്ന ഒരു ചിന്തയിലേക്ക് അവര് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ കാരണം എന്താ? നമ്മളുടെ ചില അശ്രദ്ധകളാണ് എന്നാണ് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുമ്പോ, ജീവിതാനുഭവങ്ങൾ അവർക്ക് നൽകുമ്പോ, ജീവിതത്തെക്കുറിച്ച് എന്താണ് വിശുദ്ധ ഖുർആൻ കാരുണ്യവാനായ നാഥൻ ബോധ്യപ്പെടുത്തുന്നത് എന്ന് പഠിപ്പിക്കുമ്പോ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, സൂറ ഹദീദിന്റെ 20-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞു, എന്താ ജീവിതം? വഅലമു, നിങ്ങൾ അറിയണം മക്കളെ, എന്താണ്? അന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹുവൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. തീർച്ചയായും ജീവിതം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അറിയേണ്ടത് അത് കളിയാണ്, വിനോദമാണ്, അലങ്കാരമാണ്, പരസ്പരം പെരുമ നടിക്കലാണ്, ധനത്തിന്റെയും മക്കളുടെയും പേരിൽ. ഏതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഒരു മഴയുണ്ടായി. ആ മഴയുണ്ടായപ്പോഴോ മഴ കാരണം ആ കർഷകരായ ആളുകൾ അവിടെയുള്ള ചെടികളെല്ലാം വളർന്നതിൽ അവർ അത്ഭുതപ്പെട്ടു. എന്നിട്ടോ എന്നിട്ട് അതെന്തായി എന്നറിയോ? അത് ഉണക്കം ബാധിച്ചു, അത് മഞ്ഞ നിറം പൂണ്ടതായി. പിന്നീട് അത് തുരുമ്പായിട്ട് പോയി. എന്നിട്ട് അല്ലാഹു പറയാം, ദുർവൃത്തരായ ആളുകൾക്ക് പാരത്രികമായ ലോകത്ത് കഠിനമായ ശിക്ഷയാണുള്ളത്. എന്നാൽ സർവ്വത്തരായ ആളുകൾക്കോ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനമുണ്ട്. വരിളവാനും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നല്ല അവസ്ഥകളുണ്ട്, ആ തൃപ്തിയുണ്ട്. മാത്രമല്ല, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. മനുഷ്യ, നീ മനസ്സിലാക്കേണ്ടത് ദുനിയാവെന്ന് പറഞ്ഞാൽ നിന്നെ വഞ്ചിച്ചു കളയുന്ന വിഭവങ്ങൾ മാത്രമാണ്. ഇത് നമ്മുടെ മക്കളിലേക്ക് എത്തണ്ടേ? ആ മക്കളിലേക്ക് എത്താൻ നമ്മൾ എന്ത് പണിയെടുത്തിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, എന്ത് പണിയാണ് നമ്മൾ എടുത്തത്? ഇന്ന് നമ്മൾ കൃത്യമായും ആലോചിക്കണം. നമ്മുടെ മക്കൾ, ആ മക്കൾക്ക് അവരുടെ കൂടെ നടന്ന് ദീനുമായി ബന്ധപ്പെടുത്തി അവരെ പരിശീലിപ്പിക്കുവാനും ദീൻ പഠിപ്പിക്കുവാനും ഉള്ള എന്ത് സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്? പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം,
അല്ലെ? മഹല്ലടിസ്ഥാനത്തിൽ 5ാം ക്ലാസ് വരെയോ 7ാം ക്ലാസ് വരെയുള്ള മതപരമായ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് രാവിലെ കൊടുക്കുന്ന മദ്രസിനപ്പുറം ഒന്ന് കൂടിയിരുന്നു കൊണ്ട് കുട്ടികൾക്ക് നൽകേണ്ട സമയത്ത് നൽകേണ്ടത് ആ തർബിയത്തനുസരിച്ചു കൊണ്ട് അവളെ വളർത്തിക്കൊണ്ടുവരാനുള്ള എന്ത് സൗകര്യങ്ങൾ നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കൂട്ടായി ആലോചിക്കേണ്ടതാണ്, കൂട്ടായി ചിന്തിക്കേണ്ടതാണ്. ആ സാമ്പത്തികമായ തർബീയത്ത് കുട്ടികൾക്ക് നൽകിയിട്ടുണ്ടോ? അല്ലെ? നമ്മളെ മക്കൾ ചോദിക്കുന്ന പൈസ നമ്മളൊക്കെ പറയാറുള്ളത് എന്തറിയോ? നമ്മളൊക്കെ തന്നെ വളരെ പ്രയാസത്തിലായിരുന്നു. അതുകൊണ്ട് ആ പ്രയാസമൊന്നും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യേണ്ടതില്ല, അറിയേണ്ടതില്ല. അവരെ സൗകര്യത്തിൽ വളർത്താം. നമ്മുടെ കുട്ടികൾക്ക് സാമ്പത്തികമായ തർബീയത്ത് കൊടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? സാമ്പത്തികമായ തർബീയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് പണം കൊടുത്ത് അതെങ്ങനെ ചെലവഴിക്കണം, എന്തിൽ ചെലവഴിക്കണം, ആ പണം എങ്ങനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ ബുദ്ധിമുട്ട് എത്രയാണ്, ഇതൊന്നും നമ്മൾ അറിയിക്കുന്നില്ല. ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെയാ ഞാൻ അവനെ വളർത്തിയത്. ആ ബുദ്ധിമുട്ട് അറിയിക്കാതെ വളർത്തിയത് കൊണ്ട് പണം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും അറിയാത്തത് കൊണ്ട് അവൻ സുഖത്തിന്റെ ഒരു ലോകത്ത് വിരാജിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനുള്ളത് എന്നതാണ്. അല്ലെ? ലഹരി മാഫിയ ചർച്ചകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. സ്കൂൾ പരിസരങ്ങളാണ് അവരുപയോഗിക്കുന്നത് എന്നതാണ്. ആ ലഹരി മാഫിയ സ്കൂൾ പരിസരങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. സാമ്പത്തിക ശേഷിയുള്ള മക്കളെയാണ് വലയിലാക്കുന്നത്. പണം കുട്ടികൾക്ക് നൽകുമ്പോ യഥാർത്ഥത്തിൽ അത് എങ്ങനെ ഉപയോഗിച്ചു എന്നതും നമുക്ക് ബോധ്യമാകുന്ന രൂപത്തിൽ 10 രൂപ കൊടുത്താൽ ആ 10 രൂപയുടെ കണക്ക് പറയുന്ന അവസ്ഥയുണ്ടാകണം. നമ്മളൊക്കെ നമ്മുടെ ഉപ്പമാർ അങ്ങനെയല്ലേ വളർത്തിയത്? എന്റെ ഉപ്പ 47 വയസ്സ് പ്രായമുണ്ട് എനിക്ക്. എന്റെ ഉപ്പ 100 രൂപ തന്നാൽ, ഇപ്പോഴും ഒരാവശ്യത്തിന് തന്നാൽ ആ ആവശ്യം കഴിഞ്ഞ് ബാക്കി എത്ര പണമുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. അതെന്താ? ആ 100 രൂപയിൽ ബാക്കിയുള്ള പണം അത് ഉപ്പക്ക് കൊടുക്കണം. അതൊരു തർബിയത്താണ്, ചെറുപ്പത്തിൽ തുടങ്ങിയ ഒരു തർബിയത്താണ്. നമ്മൾ ജീവിതത്തിൽ ആലോചിക്കാം, മക്കൾക്ക് പണം കൊടുക്കുമ്പോ എന്തിൽ ചെലവഴിക്കുന്നു, എങ്ങനെയാണ് എന്നത്. അല്ലെ? നോക്കൂ നിങ്ങൾ, ഇന്ന് നമ്മുടെ വീട്ടിലെ ഉമ്മമാരുടെ ATMകൾ കൈകാര്യം ചെയ്യുന്നത് ആരാ? ആ വീട്ടിലെ ചെറിയ മക്കളായിരിക്കും. 10ഉം 15ഉം 20 വയസ്സിന് താഴെയുള്ള മക്കളായിരിക്കും. അല്ലെ? പണം കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പറഞ്ഞിട്ട് സൂറ നിസായിലെ 6ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞത് വബതലിൽ യതാമ ഹത്താ ഇദാ ബലഗു നിക്കാഹ ഫഇൻ ആനസ്തും മിൻഹും റുഷ്ദ ഫദ്ഫഉ ഇലൈഹിം അംവാലഹും. ഇവിടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യം പറയാം. ആരുടെ സ്വത്താണ് കൈകാര്യം ചെയ്യുന്നത്? അനാഥയായ ഒരു കുട്ടിയുടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ഒരാളോട് അള്ളാഹു നൽകുന്ന നിർദ്ദേശമാണ്. വബ്തലുൽ യതാമ, നിങ്ങൾ അനാഥകളെ പരീക്ഷിച്ചു നോക്കണം. കുട്ടികളെങ്ങനെ പരീക്ഷിച്ചു നോക്കണം? മക്കളെ പരീക്ഷിച്ചു നോക്കണം. അനാഥ മക്കളെ നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം. ഏതുവരെ? ഹത്താ ഇദാ ബലഗു നിക്കാഹ, അങ്ങനെ ആ മക്കൾ വിവാഹപ്രായമെത്തിയാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അവരിൽ കാര്യബോധം കാണുകയാണെങ്കിൽ, നിങ്ങൾ കാര്യബോധം, പക്വത ആ മക്കളിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ സ്വത്ത് അവർക്ക് വിട്ടുകൊടുക്കണം എന്നാണ്. നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കുമ്പോ അവരുടെ സ്വത്താണെങ്കിൽ പോലും അവർ ദുർവ്യയം ചെയ്യുകയോ നശിപ്പിച്ചു കളയുകയോ ചെയ്യുകയില്ല. അതിന് കാര്യപ്രാപ്തി എത്തി എന്ന് ബോധ്യമാകുമ്പോഴാണ് നിങ്ങൾ ആ സ്വത്ത് കൊടുക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ മക്കൾക്ക് എങ്ങനെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ കൊടുക്കണം, കാര്യപ്രാപ്തി ഉണ്ടാകണം, പക്വതയുണ്ടാകണം, പാകതയുണ്ടാകണം. ആ അർത്ഥത്തിൽ അല്ലാതെ അവർക്ക് യഥേഷ്ടം നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് ആ പണം സ്വീകരിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ അത് അവരിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന വിശുദ്ധ ഖുർആനിന്റെ ഈ വചനത്തിൽ നിന്ന് ഞാനും നിങ്ങളും വായിച്ചെടുക്കേണ്ടത് എന്നതാണ്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ ചേർത്ത് പിടിക്കുക എന്നതാണ്, ബോധ്യപ്പെടുത്തുക എന്നതാണ്, മക്കളെ കൂടെ നടത്തുക എന്നതാണ്. ഏറ്റവും വിലപ്പെട്ട ഒരു വസ്തുവിനെ ശ്രദ്ധിക്കുന്നത് പോലെ
നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു വസ്തുവിനെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ അതിനേക്കാൾ വിലപ്പെട്ടതാണ് തങ്ങളുടെ മക്കൾ എന്ന കൃത്യമായ ധാരണയിൽ അവരുടെ ഓരോ നീക്കവും നിരീക്ഷണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നതാണ്. അല്ലെ, കൂടെ കൊണ്ടുപോകണം പള്ളിയിൽ പോകുമ്പോ. അതേപോലെ തന്നെ എവിടെയാണോ നമ്മൾ പോകുന്നത് നമ്മുടെ കൂടെ ഉണ്ടാവണം, നമ്മൾ അവർക്ക് മാതൃകയാവണം. അങ്ങനെയല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? സൂറ ഫുർഖാനിന്റെ അവസാന ഭാഗം, അവിടെ സത്യവിശ്വാസികളായ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അടിയാറുകളായ ആളുകളുടെ സ്വഭാവം വിശദീകരിക്കുമ്പോ അവിടെ പറഞ്ഞ ഒരു കാര്യം എന്താണ്? അവിടെ പറഞ്ഞ കാര്യം ഈ ഒരു കാര്യമാണ് എന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയണം എന്നതാണ്. അവർക്ക് മാതൃകയാക്കണം. അവരുടെ മാതൃകയായി നമ്മൾ ഉണ്ടാകണം. ഞാൻ റോൾ മോഡലാകണം എന്റെ മകന്റെ. എത്ര വയസ്സുവരെ? 4-5 വയസ്സുവരെ പോരാ. അവന്റെ ജീവിതത്തിലുടനീളം മാതൃകയായി പള്ളിയിൽ പോകുന്ന, കൃത്യമായി ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോകുന്ന ബാപ്പ പോകുന്ന സമയത്ത് ആ കുട്ടികളെ ശീലമാക്കി കുട്ടികളെ കൂടെ കൂട്ടാൻ നമുക്ക് കഴിയണം. ഒരു സഹോദരി ഒരു ക്ലാസ്സിൽ പറഞ്ഞത്, തന്റെ മകൾക്ക് 7 വയസ്സായപ്പോ അന്ന് ഞാൻ എന്റെ മകൾക്ക് നൽകിയ ഉപദേശം, മോളെ ഇന്ന് നിനക്ക് 7 വയസ്സായിട്ടുണ്ട്, 7 വയസ്സായാൽ നമസ്കാരം ശീലിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നു മുതൽ ബാപ്പാന്റെ കൂടെ മോള്, ഞങ്ങളുടെ കൂടെ മോള് പള്ളിയിൽ വരണം. 7 വയസ്സായിട്ടുണ്ട്, 10 വയസ്സുവരെ പരിശീലനത്തിന്റെ പ്രായമാണ്, കൂടെ കൊണ്ടു നടക്കണം. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചല്ലോ, 7 എങ്ങനെ 3 ഏടുകളെ സംബന്ധിച്ച് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം എന്നതാണ്. അല്ലെ, നമ്മുടെ കൂടെ നന്മയിൽ ജമാഅത്തിൽ ക്ലാസ്സുകളിൽ അവരുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പള്ളികളിൽ ഇന്ന് കുട്ടികളുടെ കരച്ചിലോ കലപില ശബ്ദങ്ങളോ കേൾക്കുന്നില്ല. നമുക്ക് വലിയ ആളുകൾക്ക് പ്രയാസം. കുട്ടികളെ അല്ലെ, ചില പള്ളികളിലൊക്കെ മക്കളുമായി പോകുമ്പോ ആ ചെറിയ മക്കൾ 2-3 ഒക്കെ വയസ്സ് പ്രായമുള്ള മക്കള് ആ നമസ്കരിക്കുന്ന ആളുകളുടെ മുമ്പിലൂടെ ഓടി കളിച്ച് അതേപോലെ തന്നെ ശബ്ദമുണ്ടാക്കും. വലിയ ആളുകൾ പറയും, ഈ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള ആളുകളുടെ നിസ്കാരം കൂടെ ഫസാദാക്കി. അല്ലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ പള്ളികളിൽ മക്കളുടെ കരച്ചിലുകൾ കേൾക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ അതൊരു തർബിയത്താണ്. കൂടെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. റമദാനിൽ രാത്രി നമസ്കാരത്തിന് വരുമ്പോ, അല്ലെങ്കിൽ ഇശാ ജമാഅത്തിന് വരുമ്പോ, മഗ്രിബ് ജമാഅത്തിന് വരുമ്പോ, പറ്റുമെങ്കിൽ സുബഹിക്ക് വരുമ്പോ കുട്ടികളെ പരിശീലിപ്പിക്കണം. രാവിലെ അത്താഴം കഴിക്കാൻ എണീപ്പിച്ച് ആ കൂടെ ലേശം ഭക്ഷണം കൊടുത്ത്, നോമ്പ് അനുഷ്ഠിക്കുന്നില്ലെങ്കിലും ആ മക്കൾ നമ്മുടെ കൈ പിടിച്ച് നമ്മുടെ കൂടെ ഇങ്ങനെ വരണം. തറാവീഹ് നമസ്കാര സമയം ഒക്കെ മക്കൾ നമ്മുടെ കൂടെ വരണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ മക്കൾ നമ്മുടെ കൂടെ ഇല്ലേ എന്നത് കൂടി നമ്മൾ നോക്കണം എന്നതാണ്. അല്ലെ, ഇപ്പോ ലഹരി മാഫിയ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും നല്ല സ്ഥലം പള്ളികളാണ് എന്ന പുതിയ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പള്ളികളിൽ നമ്മളെ മക്കൾ വരിക, എന്നാൽ നമ്മുടെ കൂടെ മക്കളുണ്ട്, അവർ പള്ളിക്ക് പുറത്തല്ല എന്ന് ഉറപ്പിക്കാൻ. അതേപോലെ തന്നെ ജാഗ്രതയുണ്ടാകണം, അല്ലെങ്കിൽ നിരീക്ഷിക്കണം. ആരെങ്കിലും അങ്ങനെ കാണുന്നുവെങ്കിൽ കൃത്യമായി കൈകാര്യം ചെയ്യണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയതാ. കുട്ടികളെ കൂടെ കൊണ്ട് നടക്കുക. അല്ലെ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ മക്കളും ഇവിടെ ഫിത്രത്തോടു കൂടിയാണ്, ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് അവരുടെ ജനിക്കുന്നത്. അവരുടെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നത്, അവനെ നസ്രാനിയാക്കുന്നത്, അവനെ മജൂസിയാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളാണ് നമ്മുടെ മക്കളെ കേടിരുത്തുന്നത്. അതാണ് പ്രവാചകൻ പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഒരു വാപ്പ എന്നുള്ള ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചില്ലെങ്കിൽ, എന്റെ ഉമ്മ എന്നുള്ള ബാധ്യത എന്റെ ഭാര്യ നിർവഹിച്ചില്ലെങ്കിൽ, എന്റെ മക്കൾ അവർ പിഴച്ചു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാനാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. കുട്ടികളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം എന്നതാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം നോമ്പിന്റെ ഒരു 2 ആഴ്ച മുമ്പ് ഒരു മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന സമയം, അല്ലെങ്കിൽ മഗ്രിബ് ആകുന്ന സമയത്ത് സ്കൂൾ വിട്ട് ഞാൻ പോകുമ്പോ, പെരിന്തൽമണ്ണ കഴിഞ്ഞ് കാര്യവട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുമ്പോ അവിടെ കാണുന്ന രംഗം എന്താ? ഒരു ബുള്ളറ്റിൽ ഒരു പുരുഷനുണ്ട്, ഒരു 10-20 വയസ്സ് പ്രായമായ ഒരു ചെക്കനുണ്ട്.
ബാക്കില് ഒരു 16-17 വയസ്സ് പ്രായമുള്ള മഫ്തയിട്ട ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ കയ്യിലുള്ളത് സിഗരറ്റാ. നമ്മൾ ആലോചിക്കണം, എവിടെ നമ്മൾ എത്തിയിട്ടുള്ള. കാര്യവട്ടം എന്ന് പറയുന്നത് പെരിന്തൽമണ്ണക്കടുത്തുള്ള സ്ഥല. നമ്മൾ ആലോചിക്കാൻ, നമ്മുടെ സമൂഹം അങ്ങനെയാണ്. കൃത്യമായ ധാരണയുണ്ട്. കണ്ണടച്ചുകൊണ്ട് ഒരാളെയും നമ്മൾ വിശ്വസിക്കാതിരിക്കുക എന്നതാണ്. അകരുതിയിട്ട് കുട്ടികളെങ്ങനെ വെറും സംശയത്തോടു കൂടി കാണണമെന്നല്ല. കുട്ടികളുടെ മനസ്സ് വായിക്കാൻ കഴിയുക, അവരോടുള്ള സമീപനം അവർക്ക് ബോധ്യപ്പെടുത്തുക, അവരെ അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയത്ത് നെഞ്ചോട് ചേർത്ത് വെക്കുക, അവരോട് കാര്യങ്ങൾ സംസാരിക്കുക, അവിടെ ഉപദേശം നൽകുക. അല്ലെ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കുട്ടികളോട് പറഞ്ഞാൽ അവർ പറയും തന്തവൈബാണെന്ന്. തന്തവൈബാണ്. നമ്മളൊക്കെ തന്തകളാണ്, തന്തവൈബുകളാണ്. കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ മക്കൾ അങ്ങനെ പറയില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. അവരോടുള്ള സമീപനം നന്നാക്കണം. അല്ലെ, സൂറത്തുൽ ലുഖ്മാൻ ഇങ്ങനെ വായിച്ചു പോകുമ്പോ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളെ കാണാൻ കഴിയും. എന്ത് രസമനോഹരമാണ് തന്റെ മകനെ വിളിക്കുന്നത്. 3 സ്ഥലങ്ങളിൽ വിളിച്ച വിളി ഉപദേശം നൽകുമ്പോ യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ. ഇന്നായിരുന്നെങ്കിലോ ഇന്ന് വിളിക്കുന്ന ഏറ്റവും രസകരമായിട്ടുള്ള, മകനെ അടുപ്പിക്കാൻ കഴിയുന്ന വിളിയാകുമായിരുന്നു എന്നതാണ്. അല്ലെ, അങ്ങനെ ഒരു സമീപനം മക്കളോട്. ഏതുപോലെ അവർ 14 മുതൽ 21 വരെ അവർ നമ്മുടെ കൂട്ടുകാരെ പോലെ തോളിൽ കൈയിട്ടുകൊണ്ട് മക്കളുടെ കൂടെ നടക്കാൻ കഴിയണം. ആ രൂപത്തിൽ കൊണ്ടുവരണം, ശ്രദ്ധിക്കണം. അങ്ങനെയാ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. മാത്രല്ല, ഖുർആൻ വീടുകളിൽ അത് ചർച്ച ചെയ്യുന്ന, പഠിപ്പിക്കുന്ന, ആ കാര്യത്തിന് മറ്റു വിദ്യാഭ്യാസം നൽകുന്ന പ്രാധാന്യം നൽകി എങ്കിലും ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ എത്ര മക്കൾക്ക് ഫാത്തിഹ സൂറത്ത് തെറ്റില്ലാതെ ഓതാൻ കഴിയും? ഫാത്തിഹ സൂറത്ത് എന്ന് പറഞ്ഞാൽ ദിവസവും നിർബന്ധമായും നമ്മൾ എത്ര തവണ? 17 തവണ നിർബന്ധമായും ഒരു വിശ്വാസി ഓതേണ്ടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. എത്ര മക്കൾക്ക് അക്ഷരത്തെറ്റുകളില്ലാതെ അതിന്റെ ആശയമറിഞ്ഞുകൊണ്ട് പറയുന്നത് ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പറയാൻ നമ്മുടെ എത്ര മക്കൾക്ക് കഴിയുമെന്നത് ഞാനും നിങ്ങളും ആലോചിക്കുക. പ്രിയപ്പെട്ടവരെ, അതാ ഖുർആനുമായി നമ്മുടെ ബന്ധം എന്ന് പറയുന്നത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഓതി കൂലി വാങ്ങാൻ മാത്രമല്ല, അതിന്റെ ആശയ അർത്ഥതലങ്ങൾ അറിഞ്ഞ് അത് കുടുംബത്തിൽ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി ആ രൂപത്തിൽ ഒരു തർബിയത്ത് നമുക്ക് മുമ്പേ നടക്കുന്ന നമ്മുടെ വഴികാട്ടി വിശുദ്ധ ഖുർആനാണ് എന്ന് ചെറുപ്പം മുതലേ ആ മക്കൾക്ക് ബോധമുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഈ പരിശുദ്ധ റമദാനിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകളിൽ ചർച്ച നടക്കണം. കുട്ടികൾ ഉണ്ടാവട്ടെ. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അവർ തറാവീഹിന് അല്ലെങ്കിൽ അവർ ഇശാ നമസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഖുർആൻ ചർച്ച ചെയ്യട്ടെ. മാതാവും പിതാവും മക്കളും ഒക്കെ ഇരുന്നു കൊണ്ട് അങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ കുന്തും ഖൈറ ഉമ്മ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.